മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 279 എപ്പിസോഡിൽ ക്രിയോസോട്ടം എന്ന അധ്യായത്തിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. എത്രമാത്രം വിലപ്പെട്ട ഒരു ഔഷധമാണ് ക്രിയോസോട്ടം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ അവസാന ഭാഗത്ത് വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മൂത്രവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഒരു ടീത്തിങ് ട്രബിൾസ് എന്ന് ഭാഷയിൽ തന്നെ ഒരു ചൊല്ലുണ്ടല്ലോ, പല്ല് മുളക്കുമ്പോഴുള്ള പ്രശ്നം, അതിനെക്കുറിച്ചൊരു ഉൾക്കാഴ്ച തരുന്ന ചില നിരീക്ഷണങ്ങൾ, അതുപോലെ മൂത്രത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്ന ഒരവസ്ഥ, നമ്മുടെ പ്രമേഹം എന്ന് പറയുന്നൊരവസ്ഥ. രക്തത്തെക്കുറിച്ച് പറയുന്നില്ല. കെന്റ് ഇത് പറയുന്ന കാലഘട്ടത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുന്ന നിർണ്ണയിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും മൂത്രത്തിലെ പഞ്ചസാരയെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രധാനപ്പെട്ട പർട്ടിക്കുലർ സിംറ്റംസ് ആണ് ഇവിടെ പറയുന്നത്. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ദ നെക്സ്റ്റ് സ്ട്രൈക്കിംഗ് തിങ് ഇൻ ക്രിയോസോട്ട് ഈസ് ഇറ്റ്സ് സ്റ്റൊമക് സിംറ്റംസ്. സൂൺ ആഫ്റ്റർ ഈറ്റിംഗ് there comes a burning pain in the stomach and then a sense of fullness and an increasing nausea ending in vomiting of the food which looks as it did when taken. അതായത് ആഹാരം കഴിച്ചു കുറച്ച് കഴിയുമ്പോൾ തന്നെ വയറിൽ പൊള്ളൽ വരുന്നു. പലപ്പോഴും ഈ അർബുദം ഉണ്ടെന്ന് നിർണ്ണയിക്കപ്പെട്ട രോഗികളിൽ കാണുന്നൊരു അവസ്ഥയാണിത്. അല്ലാത്തവരിലുണ്ടാകാം. ബേണിങ് വന്നതിന് ശേഷം പിന്നെ വരുന്നത് വയറ് നിറഞ്ഞിരിക്കുന്ന പോലെ. അത് കഴിഞ്ഞ് ഓക്കാനം വരുന്നു. ഓക്കാനമാണെങ്കിൽ ആ ഒരു സെൻസേഷൻ വർദ്ധിച്ചു. ഇൻക്രീസിങ് നോസിയ. ആ ഓക്കാനത്തിനുള്ള സെൻസേഷൻ വർദ്ധിച്ചു വരുന്നു. അതിൻ്റെ അവസാനത്തിൽ ഛർദ്ദിക്കുന്നു. കഴിച്ച ആഹാരം അതേപടി ഛർദ്ദിക്കുന്നു. അതിനർത്ഥം ദഹന പ്രക്രിയ നടന്നിട്ടില്ല. ഇറ്റ് ലുക്സ് അൺഡൈജസ്റ്റഡ് ബട്ട് ഇറ്റ് ഈസ് സോർ ആൻഡ് ആക്രിഡ്. ദഹനം നടന്നിട്ടില്ല, പക്ഷേ ആ ഛർദ്ദി സ്പർശിക്കുന്ന വായുടെ ഭാഗങ്ങളിൽ നീറ്റലുണ്ടാകുന്നുണ്ട്, പൊള്ളലുണ്ടാകുന്നുണ്ട്. കമ്മിങ് അപ്പ് ആൻ അവർ ഓർ ടു ആഫ്റ്റർ ഈറ്റിംഗ്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഛർദിയിലേക്ക് എത്തുന്നത് ആഹാരം കഴിച്ച് 1-2 മണിക്കൂറുകൾക്ക് ശേഷം, ഉടനെ അല്ല. ചില ഔഷധങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ചെന്ന് ഉടനെ തന്നെ ഛർദ്ദിക്കുന്നൊരവസ്ഥ. ഇവിടെ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട. വൊമിറ്റിംഗ്. ദ സ്റ്റൊമക് സീംസ് അണേബിൾ ടു ഡൈജസ്റ്റ്. അപ്പോൾ വയറിന് ദഹിപ്പിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയതായിട്ട് തോന്നുന്നു. ആൻഡ് ആഫ്റ്റർ ദ പേഷ്യൻ്റ് എംറ്റീസ് ഇറ്റ് ദർ ഇസ് കോൺസ്റ്റന്റ് നോസിയ. അപ്പോൾ ഛർദ്ദിച്ച് പോയാൽ സാധാരണഗതിയിൽ ഈ ഓക്കാനം വരാനുള്ള സെൻസേഷൻ മാറുകയാണ് പതിവ്. പക്ഷേ ക്രിയോസോട്ടം പേഷ്യൻ്റെ കാര്യത്തിൽ ഈ നോസിയ, ഒക്കാനം വരൽ അത് നിലനിൽക്കുന്നു. അത് സുസ്ഥിരമാണ്. കോൺസ്റ്റന്റ് നോസിയ എന്ന് പറയുന്നത്. ആഫ്റ്റർ എ സോളോ ഓഫ് വാട്ടർ എ പ്രൊലോങ്ഡ് ബിറ്റർ ടേസ്റ്റ് റിമെയിൻസ് ഇൻ ദ മൗത്ത്. ഒരു കവിൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വായിൽ കയ്പ് രുചി തുടർന്ന് നിലനിൽക്കുന്നു. വെള്ളം കുടിക്കുമ്പോൾ രുചികേടുകൾ പോകുന്നതിന് പകരം കയ്പ് രുചി വരുന്നു, അത് നിലനിൽക്കുന്നു. ദർ ഈസ് അഗ്രവേഷൻ ഫ്രം ഈറ്റിംഗ് കോൾഡ് തിങ്സ്. തണുത്ത ഭക്ഷ്യവസ്തുക്കൾ തിന്നുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ആൻഡ് റിലീഫ് ഫ്രം വാം ഡയറ്റ്. ചൂടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതുകൊണ്ട് സമാശ്വാസം. ഇതൊക്കെ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ കെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പാലിയേറ്റീവ് റെമഡിയായിട്ട് ക്യാൻസറിൻ്റെ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും പലർക്കും ക്രിയോസോട്ടം കൊണ്ടൊന്നല്ല, ഇങ്ങനെ പാലിയേറ്റീവ് എന്ന് പറഞ്ഞ പല ഔഷധങ്ങൾ കൊണ്ടും രോഗശാന്തി ഉണ്ടായിട്ടുണ്ട്. ഈ ഞാൻ ഇടപെട്ട ചില കേസുകളിൽ ഈ ഇത്തരം രോഗികളെ ഈ പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റിലേക്ക്, ഹോമിയോപ്പതി പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്ന രോഗികളെ ഞാനൊരു നാച്ചുറോപ്പത്തിക് ഡയറ്റിലേക്ക് പതുക്കെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കം ചിലർ അത് സ്വീകരിച്ചിട്ടുമുണ്ട്. എനിക്ക് പരിചയമുള്ള ചില നാച്ചുറോപ്പത്തി സെൻറ്ററിൽ ആക്കുകയോ നാച്ചുറോപ്പത്തിക് ഡയറ്റ് പറഞ്ഞു കൊടുക്കുകയോ, ഞാൻ നാച്ചുറോപ്പതിയിൽ ക്വാളിഫൈഡ് ആണ്, എൻ്റെ അറിവ് വെച്ചുകൊണ്ട് പുസ്തകങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടി ഫോളോ ചെയ്തവരിൽ രോഗശാന്തി ഉറപ്പായിരുന്നു. വാസ്തവത്തിൽ ഈ നാച്ചുറോപ്പതിയിൽ സംഭവിക്കുന്നത് ഈ ഇംപെഡിമെൻറ്റ്സ് ടു ക്യൂർ എന്നുള്ള സംഭവം മാറിപ്പോകുക എന്നുള്ളത് എൻ്റെ ഒരു വിലയിരുത്തലാണ്. ഞാനൊരു 3 ഇയർ കോഴ്സ്, ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ഇംപെഡിമെൻറ്റ്സ് ഓഫ് ക്യൂർ അതിലൂടെ മിക്കവാറും മാറിപ്പോകും. അപ്പോഴേക്ക് രോഗശാന്തി എളുപ്പമാകും. ഈ പാലിയേറ്റീവ് എന്ന് പറയുന്ന ഔഷധം, പാലിയേറ്റീവ് എന്ന് പറയുന്നതും ലഭ്യമായ ടോട്ടാലിറ്റിയോട് യോജിക്കുന്നത് തന്നെയാണല്ലോ. ആ ഒരു അവസ്ഥയിൽ ഈ പാലിയേറ്റീവ്സ് പോലും
സുഖപ്പെടുത്തും. നിങ്ങളും പ്രാക്ടീസ് ചെയ്ത് ചിന്തിക്കുന്നതല്ലാണ്. ഈ ഡയറ്റ് ക്രമീകരിച്ച് പലരും അതിലേക്ക് വരില്ല. ഇപ്പം ക്യാൻസർ ആയിട്ടുള്ള അല്ലെങ്കിൽ മരിച്ചു പോകുന്നൊക്കെ പറയുന്ന പോലും ചിലരെന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഏതായാലും മരിച്ചു, ഇനി തോന്നുന്ന പോലെ തിന്നും കുടിച്ചും ആ കൊതി തീർത്ത് മരിക്കാം, അങ്ങനെ പറയുന്നവരുണ്ട്, അങ്ങനെ ഉപദേശിക്കുന്നവരുണ്ട്. ഇവർ ഏതായാലും മരിക്കാൻ പോവല്ലേ. എൻ്റെ സാന്നിധ്യത്തിൽ അങ്ങനെ ഉപദേശിച്ചിട്ടുണ്ട്. ശ്വാസകോശ അർബുദം ബാധിച്ച് മരണാസന്നനായൊരു വ്യക്തിയോട് ഞാൻ ഇയാളെ ഇങ്ങനെ സുഖപ്പെടുത്താമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം 56 വയസ്സ് അയാൾക്കുണ്ട്, എൻ്റെ ഏകദേശം ഇന്നത്തെ പ്രായം. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുകയാണ്. ഞാൻ ഇയാളെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് ചിന്തിച്ചുകൊണ്ട് പഠിക്കുന്ന എൻ്റെ ചില സുഹൃത്തുക്കളെ കേട്ട് പോയി ശ്രമിക്കുമ്പോൾ ഒരാൾ പറയുകയാണ്, നീ തിന്നും കുടിച്ചും മരിക്കും, അയാളും മരിക്കും. അപ്പോൾ ആ വ്യക്തി മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾക്ക് അത്തരം തെറ്റായ പ്രബോധനങ്ങളെയൊക്കെ അതിജീവിച്ച് രോഗിയെ കൺവിൻസ് ചെയ്ത്, രോഗിയുടെ കുടുംബാംഗങ്ങളെയും കൺവിൻസ് ചെയ്ത് ഈ അങ്ങനത്തെ ഒരു ഡയറ്റിലേക്കും അങ്ങനത്തെ ഒരു ജീവിത പുനഃക്രമീകരണത്തിലേക്കും വരികയും നമ്മളുടെ ഹോമിയോപ്പതിക്ക് പാലിയേറ്റീവ് എന്ന നിലയിൽ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ ജീവനിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ് അനുഭവങ്ങളിലൂടെ ഞാൻ ദൃക്സാക്ഷിയാണ് പല കേസുകളിലും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്യാൻസറാണ്, മരിക്കാൻ പോകുന്നു, മരിക്കാൻ പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ ട്യൂമർ, അൾസർ, ഈ പറയുന്ന സാധനങ്ങളൊക്കെ സുഖപ്പെടുത്താൻ വൈറ്റാലിറ്റി വേണ്ടത്ര ശേഷിക്കുന്നുണ്ടെങ്കിൽ, ഒരു വൈറ്റൽ റിയാക്ഷനുള്ള വൈറ്റൽ പ്രിൻസിപ്പിൾ, വൈറ്റാലിറ്റി അല്ലെങ്കിൽ അത് എക്സേർട്ട് ചെയ്യുന്ന വൈറ്റൽ ഫോഴ്സ് അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ രോഗശാന്തി സംഭവിക്കും. അവിടെ ട്യൂമറുണ്ടോ, അൾസറുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നുള്ളതൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു വൈറ്റൽ ഓർഗൻ അതിനെ തിരിച്ചു വരാൻ പറ്റാത്ത വിധം, അതിൻ്റെ വൈറ്റൽ ഫങ്ഷൻസ് തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അതിലൊരു സ്ട്രക്ചറൽ ചേഞ്ച്, അല്ലെങ്കിൽ ഓർഗാനിക് ചേഞ്ച് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് സുഖപ്രദമില്ല. അല്ലാതെയുള്ള കാര്യങ്ങളിലൊക്കെ രോഗശാന്തി സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ശുഭപ്രതീക്ഷയോടുകൂടെ വേണം അത്തരം കേസുകളെ നേരിടാൻ. നമ്മുടെ ക്രിയോസോട്ടം പോലുള്ള നമ്മുടെ നിരവധി ഔഷധങ്ങൾ, ഇവിടെ പല ആൻറ്റി മാസ്മാറ്റിക് റെമഡീസ്, സൾഫർ, ലൈക്കപ്പോഡിയം, കൽക്കേറിയ, ഏത് ഔഷധമാണ് അല്ലാത്തത്? ഗ്രാഫൈറ്റീസ് കൊണ്ട് ഇങ്ങനെ മാറിയ കഥ ഞാൻ കണ്ടിട്ടുണ്ട്. കാർബോ വെജ് കൊണ്ട് മാറിയത്, കാർബോ അനിമാലിസ് കൊണ്ട് മാറിയത്, നിരവധി സന്ദർഭങ്ങൾ അങ്ങനെയുണ്ട്. അവരൊക്കെ മരിച്ചു പോവും അല്ലെങ്കിൽ രക്ഷയില്ലെന്ന് പറഞ്ഞ കേസുകളാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇത്തരം ഔഷധങ്ങളിലേക്ക് അതിൻ്റെ ഒപ്റ്റിമം യൂസേജ് നമ്മൾ ഉറപ്പുവരുത്തണം. അതിന് നിരവധി തടസ്സങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷേ അതിനെയൊക്കെ വിജയകരമായിട്ട് നേരിടാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായ രോഗശാന്തികൾ ഉറപ്പാണ്. ഇൻ മാലിഗ്നന്റ് ഡിസീസസ് ഓഫ് ദ സ്റ്റൊമക്, വെൻ ദിസ് സിംറ്റം ഈസ് പ്രസന്റ്, ക്രിയോസോട്ട് ബിക്കംസ് എ ഗ്രേറ്റ് പാലിയേറ്റീവ്. It relieves the burning and improves the digestion for a while, but the trouble comes again. ഇപ്പോൾ കെൻഡ് ഒരു നെഗറ്റീവ് നോട്ടാണ് പറയുന്നത്, പ്രശ്നം വീണ്ടും വരുന്നു. ഞാനിതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഈ കെൻഡി പറയുന്ന ഈ വാചകം ഞാൻ നിരവധി ബാബുചേട്ടൻ, വിശേഷം ബാബുചേട്ടനുമായിട്ടും അതേപോലുള്ള പലരുമായിട്ടും ഞാൻ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിദേശങ്ങളിലുള്ള ഹോമിയോപ്പതി സുഹൃത്ത്, അന്ന് തൂരിയ സുഹൃത്തുക്കളുമായിട്ട് കത്തടവ് നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു വെസ്റ്റേൺ ഡയറ്റ്, അല്ലെങ്കിൽ അമേരിക്കയിലും മറ്റൊക്കെ ഉള്ള ഡയറ്റിൻ്റെ ഒരു പരിമിതി അതുകൂടി വെച്ചുകൊണ്ടായിരിക്കും കെൻഡിങ്ങിന് പറയുന്നത്. അവിടെയൊക്കെ മാംസഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, മദ്യത്തിൻ്റെ ഉപയോഗം, പുകവലി, ഇതൊക്കെ അവിടെ ക്ലൈമറ്റോട് കൂടി ബന്ധപ്പെട്ടാണ്, അതൊക്കെ വ്യാപകമാണ്. അപ്പം അതൊക്കെ നിലനിർത്തിക്കൊണ്ട് ഒരു പക്ഷേ ഒരു രോഗശാന്തി കിട്ടുമെന്ന് വരില്ല. അതേസമയം ഈ നാച്ചുറോപ്പതിയുടെ ഉത്ഭവം, അതിൻ്റെ നാച്ചുറോപ്പതിയുടെ ഒറിജിനൽ ടെക്സ്റ്റ് പുസ്തകങ്ങളും എഴുതിയിരിക്കുന്ന അമേരിക്കക്കാരാണ്. പക്ഷെ അതൊന്നും നടപ്പിലില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ കെൻഡിന് ആ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ആ ഒരു ഉൾവെളിച്ചം കെൻഡിന് ലഭിച്ചിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പെസിമിസത്തോടു കൂടി കെൻഡ് ഇവിടെ പറയുന്നത് ട്രബിൾ കംസ് അഗെയിൻ. കാരണം ആ രോഗി കഴിക്കുന്ന ആഹാരവും മറ്റുമൊക്കെ, അല്ലെങ്കിൽ കുടിക്കുന്ന പാനീയങ്ങളും ഒക്കെ വളരെ ആൻറ്റഗണിസ്റ്റിക് ആയിരിക്കാം, ഉണ്ടാകാം. ഏതായാലും ഒരുപാട് ബ്രെയിൻ സ്റ്റോമിങ് നടത്തിയിട്ടുള്ളൊരു വാചകമാണിത്. മെനി ടൈംസ് അവർ റെമഡീസ് ഫോർണിഷ് ദ ഗ്രേറ്റസ്റ്റ് നോൺ പാലിയേഷൻ ഇൻ ക്യാൻസേഴ്സ് അഫെക്ഷൻസ്. അടുത്തൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ക്യാൻസറസ് അവസ്ഥകളിൽ, അർബുദം ബാധിച്ച അവസ്ഥകളിൽ
പാലിയേഷന് നടപ്പുള്ളൂ എന്നുള്ള സാഹചര്യം അംഗീകരിച്ചാലും ഏറ്റവും മികച്ച വാല്യുവേഷൻ കൊടുത്തിട്ടുള്ളത് നമ്മളുടെ ഹോമിയോപ്പതി മെഡിസിൻസ് ആണെന്ന് പറയും. ഇവിടെ കെൻഡ് അതിനെ മോർഫിനുമായിട്ടുള്ള താരതമ്യം ചെയ്യുന്നത് വേദനാസംഹാരി. മോർഫിനൊക്കെ പോയിട്ട് അതിനേക്കാൾ ശക്തമായ വേദനാസംഹാരികൾ വന്നിട്ടുണ്ട്. ഞാൻ ഒരു 2 വർഷത്തോളം ഒരു ഹോസ്പീസിന് സമീപം താമസിച്ചിട്ടുണ്ട് കൊച്ചിയിൽ. ഹോസ്പീസ് എന്ന് വെച്ചാൽ ടെർമിനൽ സ്റ്റേജിലുള്ള രോഗികളെ ശുശ്രൂഷിക്കുന്നൊരു സ്ഥലം. നിരവധി പേരെ കാണാൻ ഇടവന്നിട്ടുണ്ട്. ആ ഒരു ഹോസ്പീസിനും അതേപോലെ ചില ഹോസ്പീസുകൾക്കും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സവിശേഷ ലൈസൻസ് ഉണ്ടായിരുന്നു, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ. അവർക്ക് മാത്രം കിട്ടുന്ന ഒരു തരം മയക്കുമരുന്ന്. അതിലും കള്ളക്കടത്തും കരിഞ്ചന്തയൊക്കെ ഉണ്ടായിരുന്നു, വേറെ കാര്യം. അപ്പോൾ ആ ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ട് വേദന ശമിപ്പിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഞാൻ ഈ പറയുന്ന സ്ഥലത്തല്ല, വേറെ ചില സ്ഥലങ്ങളിൽ കിടന്നിരുന്നവർ പോലും ഹോമിയോപ്പതിയിലൂടെ സുഖപ്പെട്ടു വന്നിട്ടുണ്ട്. മെച്ചപ്പെട്ട മരണം. ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ രക്താർബുദം ബാധിച്ച് മരണത്തിലേക്ക് അടുത്ത ഒരു കുട്ടി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനാണ്. ഞാൻ കുറച്ച് വൈകിയാണ് ആ കുട്ടിയെ കണ്ടെത്തിയത്. ഞാൻ വളരെ വേഗം എനിക്ക് അറിയാവുന്ന പല സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ കൺസൾട്ട് ചെയ്തിട്ട് ഒരു ബയോകെമിക്ക് കൊടുക്കാനുള്ളൊരു സംവിധാനം ചെയ്തു. ബയോകെമിക്ക് കൊടുത്തു. ആ കുട്ടി അവശതമായ, ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് പതറ്റിക് സിറ്റുവേഷനായിരുന്നു. ആ പതറ്റിക് സിറ്റുവേഷൻ മാറി ഒരു ഉണർവ് ആ കുട്ടിക്ക് വന്നു. എന്നിട്ട് ആ ഒരു സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് അമ്മയുടെ മടിയിൽ കിടന്ന് അമ്മ പോലും അറിഞ്ഞില്ല, മരിച്ചുപോയി. ആ അമ്മ പിന്നീട് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ പറഞ്ഞത്, എനിക്ക് സന്തോഷമായ ആൽബി എന്ന് പറഞ്ഞു. കാരണം ആ കുട്ടിയുടെ ആ ഒരു ദയനീയമായ കരച്ചിലും ആ ഒരു അവസ്ഥയെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ കണ്ണീര് വന്നു പോയി. അത് മാറി ആഹാരം ചോദിച്ച്, കഞ്ഞി ചോദിച്ച് കുറേശ്ശെയൊക്കെ കുടിക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങിയ ആ കുട്ടി. പക്ഷേ ആ ഒരവസ്ഥയിൽ, പ്രസന്നമായ ഒരവസ്ഥയിൽ അമ്മയുടെ മടിയിൽ കിടന്ന് മരിച്ചു. അതൊരു തരം നല്ല മരണമാണ്, സുഖമരണം എന്നൊക്കെ പറയാവുന്നത്. അതും ഹോമിയോപ്പതിയുടെ ഒരു വിജയവൈചന്തി. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഇവിടെ പറയുന്ന മോർഫിനേക്കാൾ അപ്പുറത്തുള്ള അന്നത്തെ 2006-05 ഒക്കെ ആയിരിക്കും ആ സമയം. അതിനേക്കാൾ മെച്ചപ്പെട്ട ഫലം കൊടുക്കാൻ നമ്മളുടെ ഔഷധങ്ങൾക്ക് സാധിച്ചു. നമ്മൾ ഈ പറയുന്ന കേസിൽ വേറൊരു ബയോകെമിക്കായിരുന്നു. ആ ഷൂസ്ലർ ബുക്ക് എടുക്കുമ്പോഴേക്കും ഞാനത് ആ ഔഷധം പറയുമ്പോൾ ഞാൻ പറയാം. ഹോമിയോപ്പതി ഷുഡ് അറ്റ് ഓൾ ടൈംസ് ഫർണിഷ് എ ഡിഗ്രി ഓഫ് പാലിയേഷൻ ഇൻ ക്യാൻസറസ് ആൻഡ് അതർ ഇൻക്യൂറബിൾ മാലിഗ്നന്റ് ഡിസീസസ് ഓഫ് ദ സ്റ്റൊമക്ക്. അർബുദത്തിന് മാത്രമല്ല, വയറുമായിട്ട് ബന്ധപ്പെട്ട രോഗശാന്തി കൊടുക്കാൻ പറ്റില്ലെന്ന് ഉറപ്പുള്ള ഇത്തരം മാലിഗ്നൻ്റ് ആയിട്ടുള്ള അവസ്ഥകളിലും ഹോമിയോപ്പതി വളരെ നിർബന്ധമാണ്. അത് ഉറപ്പാണ്. ഉറപ്പോടെയൊക്കെ എന്ത് പറയുന്നത്, ഹയർ ഡിഗ്രി ഓഫ് പാലിയേഷൻ. അന്നത്തെ ഏറ്റവും മികച്ച ഔഷധമായ മോർഫിനേക്കാൾ അപ്പുറമുള്ള ഒരു സൗഖ്യം, ഒരു പ്രശമനം, പാലിയേഷൻ കൊടുക്കാൻ ഇതിന് സാധിച്ചിരുന്നു. ദിസ് പാലിയേഷൻ വിൽ ബ്രിങ് മോർ കംഫർട്ട് ടു ദ സ്റ്റൊമക്ക് ദാൻ ക്യാൻ പോസിബിളി ബി ബ്രോട്ട് അബൌട്ട് ബൈ മോർഫിൻ. ഐ ഹാവ് വാച്ച്ഡ് പേഷ്യൻസ് അണ്ടർ മോർഫിൻ. ഞാൻ കണ്ടിട്ടുണ്ട്, അത് നിരീക്ഷിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ പറയുന്നത്. ആൻഡ് അണ്ടർ ഹോമിയോപ്പതിക് മെഡിസിൻ, മോർഫിൻ്റെ കീഴിലും ഹോമിയോപ്പതി പാലിയേറ്റീവിൻ്റെ കീഴിലും രണ്ടും നിരീക്ഷിച്ചിട്ട്, ആൻഡ് ആസ് എ മിയർ മാറ്റർ ഓഫ് കംഫോർട്ട് ഐ വിൽ ടേക്ക് ദ ഹോമിയോപ്പതി മെഡിസിൻ. ഞാൻ ഹോമിയോപ്പതി മെഡിസിനെ എടുക്കൂ. സ്വന്തം അവസ്ഥ വന്നാൽ പോലും ഹോമിയോപ്പതി മെഡിസിനെ എടുക്കൂ. ദിസ് ഹാസ് ബീൻ ദ എക്സ്പീരിയൻസ് ഓഫ് മെനി. ഇത് നിരവധി പേരുടെ ഒരു അനുഭവമാണിത്. വെൻ യു ഹിയർ എ ഹോമിയോപാത്ത് സേ ദാറ്റ് he prefers anodynes in cancerous affections of the stomach and in other painful affections, it is pretty sure evident that he is not able to find the medicines that are suitable for the patient. അപ്പോൾ ഒരു ഹോമിയോപാത്ത് പറയുകയാണ്, മോർഫിൻ പോലുള്ള പാലിയേറ്റീവ്സിനെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അയാളുടെ അജ്ഞതയാണ്. ഹോമിയോപ്പതി മെഡിസിൻ കണ്ടെത്താനുള്ള, പാലിയേറ്റീവ് കണ്ടെത്താനുള്ള അയാളുടെ കഴിവില്ലായ്മയാണ് അത് കാണിക്കുന്നത്, മരുന്നില്ലാഞ്ഞിട്ടല്ല. ദിസ് കേസസ് ടെസ്റ്റ് ദ എബിലിറ്റി ഓഫ് ദ ഫിസിഷ്യൻ. എൻ്റെ വീണ്ടും പറയുകയാണ്, ഇത്തരം അവസ്ഥകൾ, ഏത് കോംപ്ലിക്കേറ്റഡ് അവസ്ഥയും, ഏത് ക്രോണിക് കണ്ടീഷനും പ്രിസ്ക്രൈബറുടെ കഴിവിന് നേരെയുള്ളൊരു
വെല്ലുവിളിയാണ്. അത് നേരിടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ആ ഹോമിയോപാത്തിൻ്റെ അറിവിനും അയാളുടെ ഡെഡിക്കേഷനും ഒക്കെ ആശ്രയിച്ചിരിക്കുന്ന കാര്യം. ക്രിയോസിറ്റി ഈസ് എ ഗ്രേറ്റ് റെമഡി ഫോർ ഡയറിയാസ് ഇൻ സമ്മർ, എസ്പെഷ്യലി ഫോർ ഇൻഫൻസ്. വേനൽക്കാലത്തുള്ള വയറിളക്കം, വിശേഷിച്ചും ശിശുക്കളിൽ, പൈതങ്ങളിൽ. The infant that I described as to his temper may be the infant suffering from the worst form of summer complaint or having a light attack of cholera infantum. സമ്മർ കംപ്ലൈൻറ്റും കോളറ ഇൻഫൻറ്റും എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന മാതിരി കടുത്ത ഛർദിയും വയറിളക്കവും, അങ്ങനെ അവസാനം ഡീഹൈഡ്രേഷൻ വന്ന് മിക്കവാറും മരിച്ചു പോകാം, അങ്ങനത്തെ ഒരു അവസ്ഥ. കോളറയല്ല, കോളറയോട് സമാനതയുള്ളൊരവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ആ ടെമ്പർ, ഈ ഒരു ക്രിയോസോട്ടിൻ്റെ ടെമ്പർ കൂടിയുള്ള കുട്ടികളിൽ നമ്മൾ നേരത്തെ കണ്ടു. ക്രിയോസോട്ടിൻ്റെ കുട്ടികളുടെ ടെമ്പർ നമ്മൾ കണ്ടാണ്. ഓർ ഹി മേ ബി ടീത്തിങ് ആൻഡ് സഫറിങ് ഫ്രം ദ ട്രബിൾസ് ദാറ്റ് ആർ സംടൈംസ് അസോസിയേറ്റഡ് വിത്ത് ടീത്തിങ് ട്രബിൾസ്. ഈ ടീത്തിങ് ട്രബിൾസ് എന്ന് പറയപ്പെടുന്ന പ്രശ്നങ്ങൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മിക്കവാറും കുട്ടികൾക്ക് വയറിളക്കം വരാൻ നേരത്ത് മുതിർന്നവർ പറയുന്നതാണ്, അവന് പല്ല് വരാൻ നേരമായി, അവൾക്ക് പല്ല് വരാൻ നേരമായി, അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ടീത്തിങ് ട്രബിളിനെ കുറിച്ച് കെൻഡ് വിശദീകരിക്കുന്നുണ്ട്. ഇൻഫൻസ് ഹാവ് ട്രബിൾസ് അറ്റ് ദ ടൈം ഓഫ് ടീത്തിങ് ഓൺലി ബിക്കോസ് ദേ ആർ സിക്ക്. ടീത്തിങ് ട്രബിൾ എന്ന് പറഞ്ഞുകൊണ്ട് വയറിളക്കമോ മറ്റു പ്രശ്നങ്ങളോ വരുന്നത് ആ കുട്ടികൾ കോൺസ്റ്റിറ്റ്യൂഷണലി സിക്കായതുകൊണ്ടാണ്. അവർ ഹെൽത്തി ആണെങ്കിൽ അത് വരില്ല. ആൻഡ് ഇഫ് ദ ചൈൽഡ് വെർ നോട്ട് ഇൻ ഡിസോർഡർ, ഒരു വൈറ്റൽ ഡിസോർഡർ ആ കുട്ടിക്ക് ഇല്ലായിരുന്നെങ്കിൽ ഹി വുഡ് നോട്ട് ഹാവ് ട്രബിൾ വെൻ ടീത്തിങ്. പല്ല് മുളയ്ക്കുമ്പോൾ ആ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. ടീത്തിങ് ഈസ് എ ക്രൈസിസ് ആൻഡ് ദ തിങ്സ് ദാറ്റ് ആർ വിത്തിൻ വിൽ കം ഔട്ട് അറ്റ് ദ ടൈം. ടീത്തിങ് ഒരു ക്രൈസിസാണ്. ക്രൈസിസ് നമ്മൾ സാധാരണ ഒരു പ്രതിസന്ധി, ഒരു ഭയമുണ്ടാക്കുന്ന, ആശങ്കയുണ്ടാക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളതാണ് ക്രൈസിസ് നമുക്ക് പെട്ടെന്ന് തോന്നുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയല്ല ഈ പല്ല് മുളക്കുന്നൊരവസ്ഥ. അല്ലെങ്കിൽ കെൻഡ് തുറന്ന് പറയുന്നുണ്ട് പ്യൂബർട്ടിയുടെ സമയം, മെനോപോസിൻ്റെ സമയമൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനന്ന് എനിക്കൊരു സംശയം തോന്നിയപ്പോൾ ഞാനിങ്ങനെ സംശയം തോന്നുന്ന പദങ്ങൾ ഇന്നിപ്പോൾ ഗൂഗിളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു വാക്കിൻ്റെ ശരിയായ അർത്ഥം കണ്ടെത്താൻ, ഇംഗ്ലീഷ് വാക്കിൻ്റെ കണ്ടെത്താൻ ഞാൻ ഉപയോഗിക്കുന്നത് ഓക്സ്ഫോർഡിൻ്റെ വളരെ പുരാതനമായൊരു ഡിക്ഷണറി എൻ്റെ കയ്യിലുണ്ട്, വളരെ പഴയതാണ്. അതിൽ ക്രൈസിസിന് കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങൾ: ദ ഡിസിസീവ് മൂമെൻറ്റ്, നിർണായകമായ ഒരു നിമിഷം, നിർണായക നിമിഷം. അത് ഒരു അപകടവുമായിട്ട് എപ്പോഴും ബന്ധപ്പെടണമെന്നില്ല. ദ ടേണിംഗ് പോയിന്റ്, ഒരു വഴിത്തിരിവ്. കുട്ടിയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാണ് പല്ല് മുളയ്ക്കുന്നു. അത് കുറെ കൂടി കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ആ കുട്ടി സജ്ജമാകുന്നു. ഇനി പ്യൂബർട്ടി ആയാലും ആ പെൺകുട്ടി അമ്മയാകാൻ തയ്യാറായി വരുന്നു, റിപ്രൊഡക്ഷൻ തയ്യാറായി വരുന്നു. മെനോപോസ്, മാതൃത്വത്തിനുള്ള സമയം കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു ടേണിംഗ് പോയിന്റ്, അതൊരു ഇൽനെസ്സിനാകാം. ഇനി എമർജൻസി എന്നുള്ള അർത്ഥവുമുണ്ട്, എമർജൻസി ആകാം. ടൈം ഓഫ് ഡിഫിക്കൽറ്റി ഓർ ഡേഞ്ചർ, പ്രയാസത്തിൻ്റെ സമയമാകാം, അപകടത്തിൻ്റെയും ആകാം. ഇതൊരു ഗ്രീക്ക് മൂലമാണ് ക്രൈസിസ്. ആ ഗ്രീക്കിൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഡിസിഷൻ എന്നുള്ളതാണ്. ഡിസിസീവ് മൂമെൻറ്റ്, നിർണായകമായൊരു നിമിഷം എന്നുള്ള അർത്ഥമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ടീത്തിങ് ഈസ് എ ക്രൈസിസ് എന്ന് പറയാൻ നേരത്ത് ആ തരത്തിൽ എടുക്കേണ്ട ഒരു നിർണായക നിമിഷം, ആ ഒരു വ്യക്തിയുടെ വികാസത്തിൻ്റെ നിർണായക നിമിഷം. ആ ഒരു സമയത്ത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ളത്, അകമേയുള്ളത് പുറത്തേക്ക് വരും. വിത്തിൻ ഔട്ട്സൈഡ്സ്, a homeopathic principle. Just as there are troubles that are likely to come out at the time of puberty and at the climacteric period. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഇനി a marked feature of the creosote constitution is that when the desire of urinate comes, he must hurry or the urine will escape. ഉണ്ടോ? മാർക്ക്ഡ് ഫീച്ചർ, അത് ക്രിയോസോട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു മാർക്ക്ഡ് ഫീച്ചർ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എലമെൻ്റ് ആണത്. എന്താണ്? മൂത്രമൊഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഉടൻ മൂത്രമൊഴിക്കണം, അല്ലെങ്കിൽ മൂത്രം തനിയെ പോകും. ദ യൂറിൻ ഈസ് പാസ്ഡ് ഡ്യൂറിങ് സ്ലീപ്പ്, ഉറക്കത്തിൽ മൂത്രം പോകുന്നു. ബ്ലഡി യൂറിൻ, രക്തം കലർന്ന മൂത്രം. ക്ലോട്ട്സ് ഇൻ ദ യൂറിൻ, മൂത്രത്തിൽ കട്ടകൾ, അങ്ങനെയും സംഭവിക്കാം. ആക്രിഡ് ആൻഡ് എസ്കോറിയേറ്റിംഗ് യൂറിൻ, അത് നമ്മൾ നേരത്തെ കണ്ടാണ്. മൂത്രം സ്പർശിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നീറ്റലുണ്ടാകുന്നു, തൊലി പോകുന്നു. വീക്ക്നെസ് ഓഫ് ദ ബ്ലാഡർ, ബ്ലാഡറിൻ്റെ ശക്തി കുറഞ്ഞു. ഇനബിലിറ്റി ടു ഹോൾഡ് ദ യൂറിൻ, ബ്ലാഡറിൻ്റെ ശക്തി കുറഞ്ഞു, മൂത്രത്തെ പിടിച്ചു നിർത്താനുള്ള ആ ഒരു കഴിവ് കുറഞ്ഞു. സ്മാർട്ടിങ് ആൻഡ് ബേണിംഗ് ഇൻ ദ പ്യൂഡൻഡ,
എക്സ്റ്റേണൽ ജെനിറ്റൽസ്, വിശേഷം സ്ത്രീകളുടെ ജെനിറ്റൽസിൽ നീറ്റലും പൊള്ളലും ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ മെച്യൂറേഷൻ, മൂത്രം ഒഴിക്കുമ്പോഴും ഒഴിച്ചതിന് ശേഷവും മൂത്രം അവിടെ സ്പർശിക്കുന്ന അർത്ഥം, കൂടുതലും സ്ത്രീകളിലാണ് സംഭവിക്കുന്നത്, നീറ്റലും പൊള്ളലും ഉണ്ടാകുന്നു. ഇനി കൊട്ടേഷനിലാണ് ഷുഗർ ഇൻ ദ യൂറിൻ, മൂത്രത്തിൽ പഞ്ചസാര. ഇറ്റ് ഹാസ് ക്യൂർഡ് ഡയബറ്റീസ്, പ്രമേഹത്തിന് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി തുടർന്ന് പറയാണ്, ജനറലൈസ് ദ സിംറ്റംസ് ഗിവൺ ആൻഡ് യു വിൽ സീ വാട്ട് കൈൻഡ് ഓഫ് എ ഡയബറ്റിക് പേഷ്യൻറ്റ് വിൽ നീഡ് ക്രിയോസോട്ട്. അപ്പോൾ ലഭ്യമായ ലക്ഷണങ്ങളെ ജനറലൈസ് ചെയ്ത്, അതിലെ ജനറൽ സിംറ്റംസ് മനസ്സിലാക്കി അത് ക്രിയോസോട്ടത്തിൻ്റെ ജനറൽ സിംറ്റംസുമായിട്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് യോജിക്കുകയാണെങ്കിൽ ക്രിയോസോട്ടം സുഖപ്പെടുത്തും. അത് പറയുന്നത് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതുതരം രോഗിയാണ് ക്രിയോസോട്ടം ഡയബറ്റീസിൽ സുഖപ്പെടുത്തുന്നത്, ക്രിയോസോട്ടം കോൺസ്റ്റിറ്റ്യൂഷനുള്ള രോഗിയെ. അപ്പോൾ അതിനൊരു സാമാന്യവൽക്കരിച്ചുകൊണ്ട് ആർക്കും എന്തെങ്കിലും കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്നത്. ഇവിടെയും കെന്റ് മറ്റൊരു തരത്തിൽ പറഞ്ഞു വരുന്നത് റൂട്ടീൻ പ്രിസ്ക്രിപ്ഷന് എതിരായുള്ള ശക്തമായ സന്ദേശമാണ്. ആ സന്ദേശത്തിൻ്റെയൊക്കെ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ഔഷധങ്ങളെയും രോഗികളെയും ശരിയായി മനസ്സിലാക്കി കൃത്യമായ ഔഷധം കണ്ടെത്തി കൊടുക്കാൻ നിങ്ങളും സജ്ജരാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു അധ്യായം ആരംഭിക്കാം, അലൂമിന സിലിക്കേറ്റ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.